ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ വടുകയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഒരു മീഡിയം സൈസ് മത്തങ്ങ തോലും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. 4-5 എരിവുള്ള പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ സ്പൂൺ ചെറിയ ജീരകം, ഒരു ചെറിയ സ്പൂൺ പെരുംജീരകം, കുറച്ച് കറിവേപ്പിലയും എടുത്തു വയ്ക്കാം. ഇനി വറുത്ത് പൊടിക്കാൻ ആവശ്യമായ 1/2 ഗ്ലാസ് കുത്തരി അല്ലെങ്കിൽ ചോറിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും അരി എടുത്തു വയ്ക്കാം. നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റവിൽ വെച്ച ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു അടപ്പ് വെച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മത്തങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ഒരേപോലെ ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത ശേഷം നമ്മൾ മത്തങ്ങ വേവിച്ച അതേ പാനിൽ തന്നെ ഒരു 5 പച്ചമുളകും 3 വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി വലിയ ജീരകവും ചെറിയ ജീരകവും കറിവേപ്പിലയും വേവിച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുതായി ചതച്ചെടുക്കാം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് ചെറുതായി ചതച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 ഗ്ലാസ് അരി വറുത്ത് പൊടിച്ചെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഈ അരി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. ഇതിനി ഈ പാനിലിട്ട് നന്നായി വറുത്തെടുക്കണം. നന്നായി വറുത്ത് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായി കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ വറുത്ത അരി തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഈ അരി മിക്സിയിലിട്ട് ഒരു ചെറിയ തരിയോടുകൂടി പൊടിച്ച് ഇതുപോലെ എടുത്തു വയ്ക്കാം. ഇനി ഉടച്ചു വെച്ച മത്തങ്ങയിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയ ജീരകം, വലിയ ജീരകം എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച അരിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം. നന്നായി കുഴച്ച് ഒരു ബോൾ പോലെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് നിരത്താം. ഇപ്പോൾ എല്ലാ വടുകകളും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ദിവസമെങ്കിലും നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അങ്ങനെ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത വടുകയാണിത്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാനിൽ എണ്ണയൊഴിച്ച് നന്നായി ചൂടാക്കുക. ഇതിലേക്ക് വടുക ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. സ്വാദിഷ്ടമായ വയനാടൻ മത്തങ്ങ വടുക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് യൂഷ്വലി കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെയാണ് കഴിക്കാറ്. പിന്നെ കുട്ടികളൊന്നും മത്തങ്ങ ഐറ്റംസ് ഒന്നും അധികം കഴിക്കാത്തത് കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാകും. എല്ലാവരും നിങ്ങളുടെ സജഷൻസ് ആൻഡ് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.